സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്. മൊഴി വെള്ളിയെങ്കിൽ മൗനം തങ്കം എന്നൊരു ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്. ഇന്ന് കേൾക്കുന്നതിലേറെ പറയാൻ ശ്രമിക്കുന്നവരാണ് അധികവും. വാക്കുകളുടെ ധാരാളിത്തത്തേക്കാൾ ഉത്തമം പലപ്പോഴും നിശബ്ദതയാണ്. വാചാലമായ മൗനം എന്നൊന്നുണ്ടല്ലോ. കാര്യങ്ങൾ ഞാൻ മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയും എന്ന് വൃഥാ അഭിമാനത്തോടെ പറയുന്നവരുണ്ട്. ഇത്തരക്കാരുടെ ജൽപ്പനങ്ങൾ ശ്രവിക്കുമ്പോൾ അവർ പറഞ്ഞത് അല്പം കടന്നുപോയി എന്ന് ശ്രോതാക്കൾക്ക് തോന്നും. നാം ഉരുവിടുന്ന വാക്കുകളിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ അനായാസം കഴിയും. മധുരമുള്ള മാമ്പഴം മുറിച്ച് ഭക്ഷിപ്പാനും അപരനെ കുത്തി മുറിവേൽപ്പിക്കുവാനും ഒരേ കത്തിക്ക് കഴിയും. എന്നാൽ നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുവാൻ അത്ര എളുപ്പമല്ല. ശ്രദ്ധാപൂർവം സംസാരിക്കുന്ന നാവ് വിവേകമുള്ള ശിരസ്സിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് പഴമൊഴി. വചസ്സുകൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും കർമ്മോത്സുകരാക്കുവാനും സാന്ത്വന സ്പർശം നൽകുവാനും ഉപയുക്തമാണ്. അതേപോലെ നേരെ വിപരീതമായി അവരെ കോപിഷ്ഠരാക്കുവാനും നൊമ്പരപ്പെടുത്താനും ആകും. ഇവയൊക്കെ ആണെങ്കിലും നമ്മുടെ അഭിപ്രായം ഉചിതമായ സന്ദർഭങ്ങളിൽ പറയാനാകണം. വാക്കുകളുടെ മാധുര്യം നിസ്സാരമല്ല. വാക്കിൻ്റെയും അർത്ഥത്തിൻ്റെയും പ്രസക്തി സൂചിപ്പിച്ചുകൊണ്ടാണ് മഹാകവി കാളിദാസൻ രഘുവംശ മഹാകാവ്യം ആരംഭിക്കുന്നത് തന്നെ. മൊഴിയും അർത്ഥവും പരസ്പര പൂരകങ്ങളാണ്. വാക്കുകളിലൂടെ ആശയസംവേദനം നടത്തുന്നവർ അവയിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥതലങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. നാം സംസ്കാരമെന്ന് വിവക്ഷിക്കുന്ന കാര്യം സഭ്യതയിൽ നിന്ന് ഉളവാകുന്ന ഒരു സത്തയായി പരിഗണിക്കാം. വാക്കുകൾക്ക് സുഗന്ധം പരത്താനാകും. ഉത്തമ മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള ഉദ്ബുദ്ധതയാണ് സംസ്കാര ചിത്തരായ ആളുകൾക്ക് ഉണ്ടാകേണ്ടത്. വലിയ പാണ്ഡിത്യവും പഠിപ്പുമൊന്നുമില്ലെങ്കിലും സാമാന്യ ബോധവും സാമാന്യ മര്യാദയുമുള്ളവർ അരോചകങ്ങളായ സംഭാഷണ ശൈലി അവലംബമാക്കുകയില്ല. ഔചിത്യബോധമില്ലാതെ എവിടെയും എന്തും വിളിച്ചു പറയുന്ന ഒരുവന് ഒരു സമൂഹത്തിലോ സഭയിലോ കുടുംബത്തിലോ മാന്യനായിരിക്കാൻ കഴിയില്ല. വാക്കുകൾക്ക് അർത്ഥം ദ്യോതിപ്പിക്കുവാൻ മാത്രമല്ല അനർത്ഥമുണ്ടാക്കുവാനും കഴിയുമെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സ്വന്തം ചിന്താരീതിയും അഭിപ്രായവും ഏറ്റവും മെച്ചമെന്ന ധാരണയിൽ അനവസരത്തിൽ പ്രതികരിക്കുന്നവർ, കൂരമ്പകൾ പോലെ മനസ്സിൽ തറയ്ക്കുവാൻ പര്യാപ്തമായ പരുഷമായ വാക്കുകൾ പ്രയോഗിച്ച് അകാരണമായി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർ ഓർക്കേണ്ടത് എത്രയൊക്കെ മാപ്പ് പറഞ്ഞാലും പറഞ്ഞുപോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പെരുമഴ പോലെ അധരവ്യായാമം നടത്തുന്നവർ അവരുടെ വർത്തമാനം അവസാനിപ്പിക്കുമ്പോൾ കേൾവിക്കാർ സന്തോഷിക്കും. ഗ്രീക്ക് ദാർശനികനായ പ്ലേറ്റോയോട് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇടയ്ക്ക് ചോദിച്ചു, സാർ, ഞാൻ അങ്ങേ ബോറടിപ്പിക്കുന്നില്ലല്ലോ? പ്ലേറ്റോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുന്നതേയില്ല. പെരുമാറ്റത്തിൻ്റെയോ സംസാരത്തിൻ്റെയോ വീഴ്ചകൾ വഴി ഇത്തരക്കാരാകാതിരിക്കാൻ സൂക്ഷിക്കുക. സ്വജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ അവരന് യാതൊരു താല്പര്യവും ഉളവാകാത്ത വിധം വിശദാംശങ്ങൾ വർണ്ണിക്കുന്നത് ആശാസ്യമല്ല. തനിക്ക് വിവരവും വിവേകവും കൂടുതലാണെന്ന് മേനി നടിച്ച് ആവശ്യപ്പെടാതെ ഉപദേശങ്ങൾ നൽകുന്നവരിൽ നിന്നും ആളുകൾ അകലാൻ ശ്രമിക്കും. അഹംഭാവത്തിൽ അധിഷ്ഠിതമായ സംഭാഷണവും അനുചിതമാണ്. സ്വന്തം ശ്രേഷ്ഠത പർവ്വതീകരിച്ച് ആയതിൻ്റെ വിവരണം നൽകി പൊങ്ങച്ചം പ്രദർശിപ്പിക്കുന്നവരെ ആളുകൾ വെറുക്കും. നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞുകൊള്ളും എന്ന് ചിന്തിക്കുന്നതാണ് അഭികാമ്യം. വിവേകശാലികളുമായുള്ള ഒരു സംഭാഷണം പോലും സുദൃഢമായ ബന്ധങ്ങൾക്ക് നിദാനമാകും. മൗനം വാചാലമാണ് എന്ന തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നുവല്ലോ. മൗനത്തിൻ്റെ ശൈലി സന്ദർഭത്തിന് യോജ്യമാം വിധം ഉപയോഗിക്കുന്നത് നല്ലത് തന്നെ. രഹസ്യാത്മകതയുള്ള സംഗതികൾ പരിരക്ഷിക്കുവാൻ മൗനം ഉപകരിക്കും. എന്നാൽ അസ്ഥാനങ്ങളിലെ മൗനം തെറ്റിദ്ധാരണ ഉളവാക്കുവാൻ സാധ്യതയുണ്ട്. അഭിപ്രായങ്ങൾ പറയേണ്ട സന്ദർഭങ്ങളിൽ മൗനം ഭജിക്കുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകും. നിസ്സംഗത പുലർത്തുന്നെന്ന പരാതിയും ഉണ്ടാകാം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം എന്ന് ഈശ്വര പ്രാർത്ഥനയിൽ നാം ചൊല്ലാറുണ്ട്. പ്രിയമായത് പറയണം. നല്ലത് കേൾക്കുവാൻ ആരും ഇഷ്ടപ്പെടും. ധാർഷ്ട്യസ്വരങ്ങളും ആജ്ഞാസ്വരങ്ങളും നമ്മിൽ നിന്നുയരാതെ വിനയാന്വിതരായി വർത്തിക്കുവാൻ കഴിയട്ടെ. സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.